നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഉപ്പുവള്ളി അഥവാ ഉപ്പുതാളിയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നൊരു സസ്യമാണിത്. ഒരു കളസസ്യമായും ഇത് കണ്ടുവരുന്നു. അക്കാന്തേസിയേ ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം റുവേലിയ പ്രോസ്റ്റേറ്റ എന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ ലവണ ലത എന്നാണ് പറയുന്നത്. പണ്ടുകാലങ്ങളിൽ ഉപ്പ് ശുദ്ധീകരിക്കാനായി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു സസ്യമാണിത്. അതുകൊണ്ടാണ് ഇതിനെ ഉപ്പുവള്ളി അഥവാ ഉപ്പുതാളി എന്ന് പറയുന്നത്. ഒരു ചെറു സസ്യമാണിത്. സാധാരണയായി ഒരു വള്ളിച്ചെടിയായി ഇത് കാണപ്പെടുന്നു. ഇന്ത്യ കൂടാതെ ശ്രീലങ്ക, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ സസ്യം കണ്ടുവരുന്നു. തണ്ടും ഇലയും പച്ച നിറത്തിൽ കാണപ്പെടുന്നു. ഇല രോമാവൃതമാണ്. ഇതിൻ്റെ പൂക്കൾ കുലയായാണ് കാണപ്പെടുന്നത്. അതിൽ 3 വരെ പൂക്കളും കണ്ടുവരുന്നു. കോളാമ്പിയോട് സാദൃശ്യമുള്ള പൂക്കളാണ് ഇവയ്ക്കുള്ളത്. അത് ഇളം വയലറ്റ് നിറത്തിൽ കാണപ്പെടുന്നു. ക്യാപ്സുലാർ രൂപത്തിലുള്ള ഫലമാണ് ഇതിനുള്ളത്. അതിൽ ഓരോ അറയിലും ഓരോ വിത്തുകളും അടങ്ങിയിട്ടുണ്ട്. വിത്ത് മൂലമാണ് വംശവർദ്ധനം നടക്കുന്നത്. പച്ച നിറമുള്ള കായ്കൾ ഉണങ്ങുമ്പോൾ തവിട്ട് നിറമാകുന്നു. അത് ഈർപ്പം തട്ടുന്നത് മൂലം പൊട്ടുകയും ചെയ്യുന്നു. പൊട്ടക്കാഞ്ചി എന്ന പേരിലും ഈ സസ്യം അറിയപ്പെടുന്നു. ധാരാളം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണിത്. ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് ഇലയ്ക്കാണ്. ഗൊണേറിയ, വെള്ളംപോക്ക്, ദുർനീര് തുടങ്ങിയ അസുഖങ്ങളിലെല്ലാം ഇത് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ ഉപ്പുതാളി ഒരു അണുനാശനമായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം ഈ കാലിൻ്റെ അടിയിൽ ഈ കുമിള പൊന്തുന്ന ഈ മണ്ണിലും ചളിയിലൊക്കെ നടന്നു കഴിഞ്ഞാൽ കുരുക്കളുണ്ടാകും ചില ആൾക്കാർക്ക്. അതുപോലെ ഈ ചളിവെള്ളത്തിലൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ജാതി ഫംഗസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വളങ്കടി എന്നൊക്കെ പറയുന്ന ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഈ ഇല അങ്ങനെ എടുത്തിട്ട് തിളപ്പിക്കാം. അത് തിളപ്പിച്ച് അതിൽ ചുടുക്കനെ കാല് മുക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് പെട്ടെന്ന് ശമിച്ച കുരുവൊക്കെ ഉണങ്ങിയിട്ട് പെട്ടെന്ന് അത് ഉണങ്ങും. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം, ഇത് സമൂലം കഷായം വെച്ചിട്ട് ലേശം തേൻ ചേർത്തിട്ട് കഴിച്ചാൽ ഈ അസ്തുരുക്കം എന്നൊരു രോഗമുണ്ട്. പുരുഷന്മാർക്ക് ഈ ഗൊണോറിയ എന്ന രോഗം ഇത് കുറച്ച് ശമിക്കും. ഈ അസ്തുരികത്തിന് വളരെ നല്ലതാണ്. ഈ കട്ടിയായിട്ട് ഇങ്ങനെ പോകുന്നത് ഇത് കഷായം വെച്ച് തേൻ ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കുറയും. പിന്നെ ഇതിൻ്റെ ഇല ഈ ദുർനീര് വലിച്ചെടുക്കുക. അപ്പോൾ ഈ ചതവ് നിന്ന് എവിടെയെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിക്കുകയോ അവിടെ കൊണ്ട് ഈ നീല നിറത്തിൽ ഇങ്ങനെ ചോര കല്ലിക്കുന്ന കണ്ടീഷൻ ഉണ്ട്, ചതവ് എന്ന് പറയും. അവിടെ ദുർനീര് കെട്ടികൾ അവിടെ ഇതിൻ്റെ ഇല അരച്ചിട്ട് വെള്ളത്തിൽ അരച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം ചെല്ലുമ്പോഴേക്കും അതിൻ്റെ ആ ദുർനീര് വലിച്ചെടുത്ത് അത് ഉണങ്ങും.